സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 5ാമത്തെ സെഷനാണ് നമ്മൾ പഠിക്കുന്നത്. 4ാമത്തെ സെഷനിൽ പോളിനേഷൻ ബൈ അബയോട്ടിക് ഏജൻസ് പഠിച്ചു. ഇനി നമ്മൾ ബയോട്ടിക് ഏജൻസ് വഴിയുള്ള പോളിനേഷനാണ് പഠിക്കുന്നത് കേട്ടോ. മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പോളിനേഷൻ നടക്കുന്നത് ആനിമൽസിനെ കൊണ്ടാണ്. ആനിമൽ പോളിനേറ്റേഴ്സ് ആണ് മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പോളിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ബീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, ബീറ്റിൽ, വാസ്പ് എന്നൊക്കെ പറയുന്ന ഒരുതരം ഇൻസെക്ട് ആണ് കേട്ടോ. അതേപോലെ ആൻസ്, മോത്ത്, ബേർഡ്സ് ആൻഡ് ബാറ്റ്, ദീസ് ആർ ദ കോമൺ പോളിനേറ്റിംഗ് ഏജൻസ് കേട്ടോ. അതിനകത്ത് ഇൻസെക്ട്സ് വർഗം ബീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, ബീറ്റിൽസ്, വാസ്പ്, മോത്ത്, ഇതൊക്കെ നമ്മൾ എൻറ്റമോഫിലി എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എൻറ്റമോഫിലി എന്നാണ്. എൻറ്റമോഫിലിക് ടൈപ്പ് ഓഫ് പോളിനേഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. എൻറ്റമോഫിലി. ഓക്കെ. അതേപോലെ നെക്സ്റ്റ് ഇഫ് യു സീ ആൻസ് ഇറ്റ് ഈസ് ഡൂയിങ് ദ പോളിനേഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് മിർമെക്കോഫിലി. ആൻസ് പോളിനേഷൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? മിർമെക്കോഫിലി എന്ന് പറയും. ആൻസ് പോളിനേറ്റ് ചെയ്യുന്നതിന് മിർമിക്കോഫിലി എന്നാണ് പറയാ. ബേർഡ്സിന്റെ പോളിനേഷൻ നടക്കുന്നതിന് ഓർണിത്തോഫിലി, അതായത് ബേർഡ്സ് പോളിനേറ്റ് ചെയ്യുന്നതിന് ഓർണിത്തോഫിലി എന്നാണ് പറയാ കേട്ടോ. ബേർഡ് പോളിനേഷൻ നടത്തുന്നതിന് നമ്മൾ ഓർണിത്തോഫിലി എന്ന് പറയും. അതേപോലെ ആൻസിന്റെ പോളിനേഷൻ, ആൻസ് വഴി പോളിനേറ്റ് ചെയ്യുന്നതിനെ മിർമെക്കോഫിലി എന്ന് പറയും. ഇൻസെക്ട് പോളിനേഷന് നമ്മൾ എൻറ്റമോഫിലി എന്ന് പറയും. ഇൻസെക്ട് പോളിനേഷന് എൻറ്റമോഫിലി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിൽ പോളിനേഷൻ ചെയ്യുന്നത്. ഓക്കെ. അതിനകത്ത് ഇൻസെക്ട്സിൽ തന്നെ, അതിനകത്ത് ആനിമൽസിൽ തന്നെ ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പർട്ടിക്കുലർലി ബീസ് ആണ് അവിടെ ഡോമിനന്റ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ വലിയ വലിയ ആനിമൽസും ഇതിനകത്ത് ഈ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ട് ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചില പ്രൈമേറ്റ്സ് ലൈക്ക് ലെമർ എന്ന് പറയുന്ന പ്രൈമേറ്റ്സ്. ലെമർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലെമർ എന്ന് പറയുന്ന ഓർഗാനിസം കേട്ടോ. ഇതൊരു പ്രൈമേറ്റ് ആണ്. ഈ ലെമർ പോളിനേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ട്രീ ഡെല്ലിംഗ് അർബോറിയൽ ഓർഗാനിസംസ്, അർബോറിയൽ റോഡൻസ്, അതായത് മരത്തെ കൂടെ ചാടി നടക്കുന്ന മരത്തെ കൂടെ ചാടി നടക്കുന്ന ആനിമൽസ് പോളിനേഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ റെപ്റ്റൈൽസ് പോളിനേഷൻ ചെയ്യുന്നുണ്ട്. റെപ്റ്റൈൽ പോളിനേഷൻ നമ്മൾ മാലക്കോഫിലി എന്നാണ് പറയാ. റെപ്റ്റൈൽസ് പോളിനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ മാലക്കോഫിലി എന്നാണ് പറയാ. റെപ്റ്റൈൽസ് when it is doing the pollination that is called as malacophilic type of pollination. Malacophily. Okay. ഇതൊക്കെ ഓരോ അതേപോലെ ഈ റെപ്റ്റൈൽസിൽ വരുന്ന ഗെക്കോ ലിസാർഡ് ആൻഡ് ഗാർഡൻ ലിസാർഡ്, ഇതൊക്കെ പോളിനേറ്റേഴ്സ് ആയിട്ട്, അതിന്റെ ചില സ്പീഷീസിലുള്ള ഓർഗാനിസംസ് ഒക്കെ പോളിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ആനിമൽ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ സ്പെസിഫിക്കലി ആ പർട്ടിക്കുലർ ആനിമലിന് പോളിനേഷന് വേണ്ടിയിട്ട്, ആ പർട്ടിക്കുലർ ആനിമൽ പോളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള അഡാപ്റ്റേഷൻ ആ പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിലും കാണാറുണ്ട്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് യൂസ് എ റേഞ്ച് ഓഫ് ആനിമൽസ് ആസ് pollinating agent. Bees, butterflies, flies, beetles, wasp, ants, moth, birds are sunbirds and hummingbirds and bat pollinate ചെയ്യുന്നതിന് ചിറോപ്റ്റെറോഫിലി എന്നാണ് പറയാ കേട്ടോ. ബാറ്റ് പോളിനേഷന് ചിറോപ്റ്റെറോഫിലി എന്നാ പറയാ. Chiropterophily are the common pollinating agents. See here figure 211 ബിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടോ, ഒരു പോളിനേഷൻ, ഇൻസെക്ട് പോളിനേഷൻ ആണ് ഈ കാണുന്നത്. ഇൻസെക്ട് പോളിനേഷൻ നടക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ചിറോപ്റ്റെറോഫിലി എന്ന് പറയുന്നത് ബാറ്റ് പോളിനേഷൻ ആണെന്ന് ഓർത്തിരുന്നോളണം. ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്നതിന് എൻറ്റമോഫിലി എന്നാന്ന് ഓർത്തിരുന്നോളണം. ആൻസിന്റെ പോളിനേഷൻ മെർമക്കോഫിലി, ബേർഡ്സ് ഓർണിത്തോഫിലി, അതുപോലെ റെപ്റ്റൈൽസ് മാലക്കോഫിലി. അത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മളത് ബോർഡ് എക്സാമിനാണെങ്കിലും എഴുതിയ അതൊരു നല്ല പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ.
ഇനി among the animals, insects, particularly bees, are the dominant biotic pollinating agents. Even larger animals such as some primates as lemurs, lemur ഇതാണ്, arboreal tree dwelling rodents, അതായത് മരത്തിൽ കൂടെ ചാടി നടക്കുന്ന അതർ ഓർഗാനിസംസ് ലൈക്ക് മങ്കി, ടൈഗർ, ഇതൊക്കെ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ആ വലിയ വലിയ ഫ്ലവേഴ്സിലൊക്കെ പോളിനേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന അവരെങ്ങാനും ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈവൻ റെപ്റ്റൈൽസ്, അതായത് ഗെക്കോ ലിസാർഡ്, ഗാർഡൻ ലിസാർഡ്, അങ്ങനെയുള്ള ഓർഗാനിസംസും പോളിനേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആനിമൽ പോളിനേറ്റിംഗ് ഫ്ലവേഴ്സ് സ്പെസിഫിക്കലി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പർട്ടിക്കുലർ സ്പീഷീസ് ഓഫ് ആനിമൽസിനെ പോളിനേറ്റ് ചെയ്യത്തക്ക രീതിയിൽ അത് അഡാപ്റ്റ് ചെയ്താണ് അതിന്റെ സ്ട്രക്ചറൊക്കെ കാണാറുള്ളത് കേട്ടോ. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, മെജോറിറ്റി ഓഫ് ദ ഫ്ലവേഴ്സ് വലുതായിരിക്കും, കളർഫുൾ ആയിരിക്കും, ഫ്രാഗ്രന്റ് ആയിരിക്കും. ഫ്രാഗ്രന്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ ഉള്ളതായിരിക്കും. റിച്ച് ഇൻ നെക്ടർ ആയിരിക്കും. നെക്ടർ എന്ന് പറഞ്ഞാൽ വേറെ നല്ല ഒരു ഷുഗറി സൊല്യൂഷൻ ആണ്. ഈ ഷുഗറി സൊല്യൂഷനെ ഇപ്പൊ ഹണി ബീസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ അവർ അതിനെയാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ഹണി സാക്കിനകത്താണ് അവരത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹണി സാക്കിൽ നിന്ന് അവര് റിഗർഗിറ്റേഷൻ വഴി, അതായത് വോമിറ്റിംഗ് വഴി അത് പുറത്തേക്ക് എടുത്ത് സലൈവയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഈ ഹണി ആയിട്ട് അത് മാറുന്നത്. അപ്പൊ അത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആ നെക്ടറിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് അവരെ സലൈവയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട്. അതാണ് ആക്ച്വൽ ഹണി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ ഇനി ഈ ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ചെറുതാന്നിരിക്കട്ടെ, അവിടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ക്ലസ്റ്റർ ആയിട്ട് ഇൻഫ്ലോറസൻസ് ഫോമിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവര് നമുക്ക് കാണാൻ കഴിയത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ആ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആനിമൽസ് ഫ്ലവേഴ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അതിന്റെ കളറും അതുപോലെ തന്നെ അതിന്റെ ഫ്രാഗ്രൻസും കൊണ്ടാണ്. ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ നൈസ് സ്മെൽ കേട്ടോ. അപ്പൊ അതിന്റെ ആ പെർഫ്യൂം സ്മെൽ എല്ലാം കൂടി കൂടിയിട്ടാണ് ഇതിനെ ഫ്ലവേഴ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ഫ്ലവേഴ്സിനെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലൈസ്, അതുപോലെ ബീറ്റിൽസ് ഒക്കെ, ആ ബീറ്റിൽസും ഫ്ലൈസും ഒക്കെ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണെങ്കിൽ ഒരു ഫൗൾ ഓർഡർ ഉണ്ടാക്കും ഈ ആനിമൽസിനെ അല്ലെങ്കിൽ ഈ ബീസിനെയൊക്കെ സോറി ഈ ഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് എന്താ ഒരു ഫൗൾ സ്മെല്ലാണ് ഉണ്ടാക്കുക. ഈ ചേനയുടെയൊക്കെ പൂവ് കണ്ടിട്ടുണ്ടോ? ചേനയുടെ പൂവിൽ വന്നിരിക്കുന്ന ചേനയുടെ പൂവ്, ചേന കൊലച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല വിടർന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലായിരിക്കും. നമുക്ക് അതിന്റെ അടുത്തേക്കെങ്ങും പോകാൻ പറ്റില്ല. അത് ആ ഫ്ലൈസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ഇൻസെക്റ്റിനെ അവരുടെ പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. വലിയ വലിയ ഈച്ചകൾക്കായിരിക്കും, ഈച്ചകൾ ഇങ്ങനെ വൃത്തികെട്ട സ്ഥലത്ത് വന്നിരിക്കുന്ന ഈച്ചകൾക്കായിരിക്കും അതിന്റെ പോളൻ ഗ്രെയിനെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണാണ് ആ തരത്തിലുള്ള ഒരു ഫൗൾ സ്മെൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ടു സസ്റ്റെയിൻ ദ ആനിമൽ വിസിറ്റ് ദ ഫ്ലവേഴ്സ് ഹൗ ടു പ്രൊവൈഡ് റിവാർഡ്സ് ടു ദ ആനിമൽസ്. ആനിമൽസ് വരണമെങ്കിൽ ഫ്ലവേഴ്സ് റിവാർഡ് കൊടുക്കണം ആനിമൽസിന്. അതാണ് നെക്ടറും പോളൻ ഗ്രെയിൻ ഫോമിലൊക്കെയാണ് യൂഷ്വലി ഫ്ലോറൽ റിവാർഡ്സ് എന്ന് പറയുന്നത്. നെക്ടർ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഷുഗറി സൊല്യൂഷൻ ആണ്. പോളൻ ഗ്രെയിൻ നമുക്കറിയാലോ, പോളൻ ഗ്രെയിനകത്ത് എന്തുണ്ട്, ന്യൂട്രിയൻ റിച്ച് ആണ് അല്ലെ പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലെ വെജിറ്റേറ്റീവ് സെൽസിന്റെ അകത്ത് എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ റിവാർഡ്സ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലവറിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ആനിമൽ വിസിറ്റേഴ്സ് ഉണ്ടാവും. ആനിമൽ വിസിറ്റേഴ്സ് ആന്തറുമായിട്ട് കോൺടാക്ട് വരും. ആന്തറുമായിട്ട് കോൺടാക്ട് വന്നാൽ അവിടെ പോളൻ ഗ്രെയിൻ കളക്ട് ആവും. ആ പോളൻ ഗ്രെയിൻ കളക്ട് ആയി അത് വേറൊരു സ്റ്റിഗ്മയായിട്ട് കോൺടാക്ട് വരുമ്പോൾ ആ പോളൻ ഗ്രെയിൻ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത പോലെ ആവും. ഓക്കെ, അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഫ്ലവറിൽ ആനിമല് വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഹണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിവാർഡിന് വേണ്ടിയിട്ട്, ഹണിയല്ല നെക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിന് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ, നെക്ടറും പോളൻ ഗ്രെയിനും ഒന്നും കളക്ട് ചെയ്ത് വേറെ പൂവിലേക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടൊന്നല്ല അവർ പോകുന്നത്. പോളൻ ഗ്രെയിനിലെ ന്യൂട്രിയൻ സോഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് അത് ഫുഡായിട്ടാണ് അവരവിടെ ആ ഒരു പർട്ടിക്കുലർ ഫ്ലവറിനെ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ആനിമൽസിന്റെ ബോഡി ഫുള്ള് പോളൻ ഗ്രെയിൻസ് കോട്ട് ചെയ്യപ്പെടുകയും അത് സാധാരണ ഈ പറയുന്ന ആനിമൽ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലെ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ പോളൻ ഗ്രെയിൻസ് ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുകയും ആനിമല് അതിനെ ക്യാരി ചെയ്ത് വേറെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ ഒരു പോളിനേഷൻ നടക്കുകയും ചെയ്യും. വേറെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ആദ്യം കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻ അവിടെ വന്നിട്ട് വിതർ ഓഫ് ആവാൻ സാധ്യതയുണ്ട്.
അവിടുന്ന് താഴത്തേക്ക് വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ അബയോട്ടിക് പോളിനേഷനെ പോലെയല്ല സാധാരണയായിട്ട് ഈ പറയുന്ന ഫ്ലോറൽ റിവാർഡ് പറ്റി ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടല്ലോ, അവർ ഈ ഫ്ലവേഴ്സിനെ തേടി തേടി പോകുന്ന ആൾക്കാരാ. അപ്പൊ ഈ ഫ്ലവേഴ്സിനെ തേടി തേടി പോകുമ്പോ എന്താ, ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്കാ. അപ്പൊ ഒരുപാട് എന്താ പറയാ എത്താനൊരു ചാൻസ് ഉണ്ട് എന്നല്ല, മിക്കവാറും അത് അടുത്ത ഫ്ലവറിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. കാരണം എന്താണ്, അവരൊരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലേക്കാണ് പോകുന്നത്. പക്ഷെ വിൻഡും വാട്ടറും ഒക്കെ അങ്ങനെയല്ല. അവർ ഒഴുകി നടക്കുന്നതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പറന്ന് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ബൈ ചാൻസ് അതിന്റെ സ്റ്റിഗ്മയായിട്ട് എക്സ്പോസ് ആയാൽ മാത്രമാണ് അത് അവിടെ കൊണ്ടു കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ പോളിനേഷൻ സക്സസിന് ചാൻസ് കൂടുതലാണ് ബയോട്ടിക് പോളിനേറ്റേഴ്സിന്റെ കേസിൽ കേട്ടോ. അപ്പോൾ പോളിനേഷൻ ഈ പറയുന്ന സ്റ്റിഗ്മയായിട്ട് കോൺടാക്ട് വരുമ്പോൾ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന എല്ലാം സ്റ്റിഗ്മയിൽ വന്ന് വീഴാനും പോളിനേഷന് കാരണമാവുകയും ചെയ്യും കേട്ടോ. ചില സ്പീഷീസിൽ ഫ്ലോറൽ റിവാർഡ് അത് ചില ഇൻസെക്ട്സിന് മുട്ടയിടാനുള്ള ഒരു പ്ലേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് ദ ടോളസ്റ്റ് ഫ്ലവർ ഓഫ് അമോർഫോഫാലസ്. ഓക്കെ, ഏകദേശം 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ അമോർഫോഫാലസിന്റെ ഫ്ലവറിന് വന്നിട്ട്. ഓക്കെ, അതിനകത്തൊക്കെ ചില ഓർഗാനിസത്തിന് ചില ഇൻസെക്ട്സിന് വന്ന് മുട്ടയിടാനുള്ള സൗകര്യം ഉണ്ടാവും. ഓക്കെ, അതേപോലെ തന്നെ ഒരു സിമിലർ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് മോത്തും യുക്സയും തമ്മിൽ, മോത്തിന്റെയും യുക്സയുടെയും. അവിടെ 2 സ്പീഷീസും, മോത്ത് എന്ന് പറയുന്നത് ഇൻസെക്ട് ആണ്, യുക്സ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഈ 2 സ്പീഷീസും വന്നിട്ട് സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്നതാണ് കേട്ടോ. 2 സ്പീഷീസും സിംബയോട്ടിക് അസോസിയേഷനിൽ കാണുന്നതാണ്. അതെന്താന്ന് വെച്ചാല് മോത്തിന് മുട്ടയിടുന്ന സ്ഥലമാണ് അതിന്റെ ഓവറിയുടെ ലോക്യൂൾ എന്ന് പറയുന്നത്, ഓവറിയുടെ ഉള്ളിലുള്ള ചേംബർ. ഓക്കെ, അതുപോലെ തന്നെ ഈ യുക്സയുടെ ഉള്ളില് അത് മുട്ടയിടാൻ പോകുമ്പോൾ യുക്സയുടെ ഉള്ളിൽ നിന്ന് അത് പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്യും മോത്ത്. എന്നിട്ട് ഈ മോത്ത് നെക്സ്റ്റ് ഫ്ലവറിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ പോളൻ ഗ്രെയിൻസ് അവിടെ കൊണ്ടുപോയി വിതർ ഓഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഫ്ലവേഴ്സിന് ഒരു എന്താ പറയാ, ഇങ്ങനത്തെ പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിന് ഒരു പ്രത്യേക തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ അത് ഹണി നെക്ടറും പോളൻ ഗ്രെയിനും ഒക്കെ കൊണ്ടാണ് ഇതിനെ അട്രാക്ട് ചെയ്യപ്പെടുന്നതെന്ന്. ഇതങ്ങനെയല്ല, അതിനൊരു പ്ലേസ് കൊടുക്കുന്നത്. അപ്പൊ അതൊരു കുടം പോലെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നതിന്റെ പൂവ്. അപ്പൊ ഇതിനൊരു വായ ഉണ്ടാവും, ഇതിനൊരു മെംബ്രെയിൻ കവറിങ്ങും ഉണ്ടാവും. ഈ മൂത്ത് ഈ വഴിയാണ് ഇറങ്ങുന്നത്. യുക്സയില് ഇരിക്കുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ കുറെ, ഇതൊരു ഇൻഫ്ലോറസൻസ് ഒക്കെ ആയിട്ടാ, ഹൈപ്പാന്തോഡിയൻ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് എന്ന് അതിന് പറയുന്നത്. നിങ്ങൾ അതിന്റെ പേര് പഠിക്കണമെന്നൊന്നുമില്ല, അങ്ങനെ ബോർഡ് ലെവലിൽ അങ്ങനെ ചോദിക്കാറില്ല. അപ്പൊ ഈ മോത്ത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ഈ ഫ്ലവറിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഓവറി ഉണ്ട്. അപ്പൊ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ മെയിൽ ഫ്ലവർ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ മെയിൽ ഫ്ലവർ ആയിരിക്കും ഇരിക്കുന്നത്, ഇവിടെയൊക്കെ ആയിരിക്കും ഫീമെയിൽ ഫ്ലവർ ഇരിക്കുന്നത്. അപ്പൊ ഇത് നേരെ ഇറങ്ങി വന്നിട്ട് ഈ ഫീമെയിൽ ഫ്ലവറിന്റെ ഓവറിയുടെ ഉള്ളിലാണ് അത് മുട്ടയിടുക. ഫീമെയിൽ ഫ്ലവറിന്റെ ഓവറിയുടെ ഉള്ളിലാണ് മുട്ടയിടുക. തിരിച്ചു പോകുന്ന വഴി ഇവരുടെ മേലിതായി പറയുന്ന പോളൻ ഗ്രെയിൻസ് ക്യാരി ചെയ്യുന്ന മെയിൽ ഫ്ലവേഴ്സിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താവും, ഈ മോത്ത് പറന്നു പോയിട്ട് ചിലപ്പോൾ അടുത്ത ഫ്ലവറിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഫ്ലവറിന്റെ ഉള്ളിലുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിന് പോളൻ ഗ്രെയിനെ കൊണ്ട് കൊടുക്കാൻ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഫ്ലവറിൽ പോളിനേറ്റിംഗ് ഏജൻസി ഇതിന്റെ ഉള്ളിൽ കയറണം, എന്നാൽ മാത്രമാണ് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, പോളൻ ഗ്രെയിൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഈ പറയുന്ന ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ ഉള്ളിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ ഇവിടുന്ന് വീണുകൂടെ എന്ന് ചോദിച്ചാ വീഴാൻ പാടില്ലായില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ, ഇവര് ക്രോസ് പോളിനേഷന് വേണ്ടിയിട്ട് ഇത് ആദ്യം മെച്ചുർ ആവും, അത് കഴിഞ്ഞിട്ട് അതാ ഇത് മെച്ചുർ ആവുള്ളൂ. ഇത് മെച്ചുർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇത് മെച്ചുർ ആയി കഴിഞ്ഞ് ഇത് എന്താ പറയാ, ഓൾറെഡി പോളിനേഷൻ ഒക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇവര് പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കില്ല, അതായത് സിങ്ക്രോണൈസ്ഡ് അല്ല പോളൻ ഫോർമേഷനും അതുപോലെ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും. അപ്പൊ അങ്ങനത്തെ കേസിൽ അവർക്ക് ക്രോസ് പോളിനേഷൻ തന്നെ വേണം, വേറൊരു ഫ്ലവറിൽ നിന്ന് തന്നെ വേണം അതിന്റെ പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേറൊരു ഫ്ലവറിൽ നിന്ന് വരുന്ന ഈച്ചയാവുമ്പോൾ, വേറൊരു ഫ്ലവറിൽ നിന്ന് വരുന്ന മോത്താവുമ്പോൾ അതെന്ത് ചെയ്യുന്നറിയോ, ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്ന വഴിക്ക് ഇതിന്റെ ഉള്ളിൽ പോളൻ ഗ്രെയിൻ മെച്ചുർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പോളൻ ഗ്രെയിനും കളക്ട് ചെയ്തു പോകും. ഇതിന്റെ ഉള്ളിൽ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി കാണിക്കുന്ന സമയമാണെങ്കിൽ അവിടെ വന്നിട്ട് പോളൻ ഗ്രെയിൻ എവിടെന്നെങ്കിലും കളക്ട് ചെയ്താൽ വന്നേക്കുന്നെങ്കിൽ അതിവിടെ വിതർ ഓഫ് ചെയ്തും പോകും കേട്ടോ. അങ്ങനെ ഒരു സിംബയോട്ടിക് അസോസിയേഷനിലാണ് കാണുക. പിന്നെ ഇവർക്ക് മുട്ട ഇതിന്റെ ഉള്ളിൽ തന്നെ ഇടണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ ഉണ്ടല്ലോ, ആ ലാർവയ്ക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാർവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്
അത് ഈ പറയുന്ന ഓവറി ഡെവലപ്പ് ആയിട്ടുള്ള ആ ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഫ്രൂട്ടിനെ തിന്നിട്ടാണ് അതിന്റെ ലാർവ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഇങ്ങനൊരു അഡാപ്റ്റേഷൻ, ഇങ്ങനൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വേണം. അവിടെ ഇവിടെയും പോയി മുട്ടയിടാൻ പറ്റില്ല ഇങ്ങനത്തെ ഓർഗാനിസത്തിന്. അപ്പൊ മോത്തും യുക്സയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. അവിടെ മോത്തിന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാനുള്ള ഒരു സാഹചര്യം യുക്സയും കൊടുക്കും. യുക്സയുടെ പോളിനേഷനും മോത്ത് ചെയ്യുകയും ചെയ്യും കേട്ടോ. അതാണ് പോളിനേഷൻ ഇൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ യുക്സ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. അവിടെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, എല്ലാം സിംബയോട്ടിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. പോളിനേഷൻ നടക്കുന്നതെന്ന് തന്നെ പറയുന്ന സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. കാരണം എന്താണ്, പോളിനേഷൻ നടക്കുമ്പോൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ഫ്ലോറൽ റിവാർഡ്സ് ആ വരുന്ന പോളിനേറ്റേഴ്സിന് കൊടുക്കുന്ന അവർക്ക് ഫുഡാണ്. അതേപോലെ തന്നെ ഫ്ലവറിൽ പോളിനേഷൻ നടത്തുന്നുണ്ട്. ഫ്ലവറിൽ പോളിനേഷൻ ചെയ്തു കൊടുക്കുന്ന ആരാണ്? ഈ പോളൻ റിവാർഡ്സ് സ്വീകരിക്കുന്നവരാണ്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അത് പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത് കുറെ പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യമൊക്കെയാണ്. അതായത് എങ്ങനെയാണ് ഓരോരോ പ്ലാന്റിലും പോളിനേഷൻ നടക്കുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. സി ഹിയർ, വൈ ഡോണ്ട് യു ഒബ്സർവ് സം ഫ്ലവേഴ്സ് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഓർ എനി അതർ അവൈലബിൾ ടു യു? കുക്കുംബർ, മാംഗോ, പീപ്പിൾ, കൊറിയാണ്ടർ, പപ്പായ, ഓണിയൻ, ലോബിയ, കോട്ടൺ, ടൊബാക്കോ, റോസ്, ലെമൺ, യൂക്കാലിപ്റ്റസ്, ബനാന. എങ്ങനെയാണ് ഇതിനകത്തൊക്കെ പോളിനേഷൻ നടക്കുന്നതെന്ന്? കുക്കുംബർ നമുക്കറിയാലോ യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മെയിൽ ഫ്ലവറിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഫീമെയിൽ ഫ്ലവറിലേക്ക് എത്തണം. സാധാരണയായിട്ട് ഇതിന്റെ പോളിനേഷൻ നടത്തുന്ന ഇൻസെക്ട്സ് ആണ്. മാംഗോ, ദാറ്റ് ഈസ് പ്രൊഡ്യൂസിംഗ് ദ ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിലും അവിടെ പോളിനേറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. കാരണം ആന്തറും സ്റ്റിഗ്മയും രണ്ടും എക്സ്പോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ആൽമരങ്ങൾ ഉണ്ടല്ലോ, ആൽമരത്തിനകത്തും ഇതേപോലെ തന്നെ ചില ഇൻസെക്ട്സ് ഇതേപോലത്തെ ഇൻഫ്ലോറസെൻസ് ആണ്. ഇതേപോലത്തെ പൂക്കുലകളാണ് അതിനകത്ത് കാണുന്നത്. അതായത് അവർക്കും ഈ പറഞ്ഞ പോലെ ഒരു കുടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ പൂക്കുലൊരു കുടം പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഫീമെയിൽ ഫ്ലവേഴ്സിനെ പോളിനേഷൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന പോളിനേറ്റേഴ്സ് ഇതിന്റെ ഉള്ളിൽ വരികയും അതിന്റെ ഉള്ളിൽ മുട്ടയിടുന്ന പ്രോസസ് ഒക്കെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും കേട്ടോ. അതുപോലെ കൊറിയാണ്ടറിലും നമുക്ക് ഈ പറയുന്ന ഇൻസെക്ടിന്റെ പോളിനേഷൻ കാണാം. പപ്പായ നമുക്കറിയാം അതൊരു ഡൈഷ്യസ് പ്ലാന്റ് ആണ്. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും വേറെ വേറെ പ്ലാന്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ അതിനും ഒരു പോളിനേറ്റിംഗ് ഏജന്റ് സ്ട്രിക്റ്റ് ആയിട്ടും വേണം. ഓണിയനിലും അങ്ങനെ തന്നെ. ലോബിയ, ഓണിയൻ പക്ഷേ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലോബിയ എന്ന് പറയുന്ന പീ പ്ലാന്റ് ആണ്, അതും ഒരു ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ആണ്. കോട്ടൺ വന്നിട്ട് അതും ഒരു ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ആണ്. ടൊബാക്കോ ബൈസെക്ഷൽ ഫ്ലവർ പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ആണ്. റോസ് അങ്ങനെയാണ്. അതുപോലെ ലെമനും ഇതേപോലത്തെ തന്നെ പ്ലാന്റ് ആണ്. യൂക്കാലിപ്റ്റസ്, ബനാന. ഇതിനകത്തൊക്കെ എങ്ങനെയാണ് പോളിനേഷൻ നടക്കുന്നതെന്ന്, പലതരത്തിലായിരിക്കും പോളിനേഷൻ നടക്കുന്നത്. പലതരത്തിലുള്ള ഇൻസെക്ട്സ് ആയിരിക്കും അവർക്ക് പോളിനേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ ഫൈൻഡ് ഔട്ട് വിച്ച് ആനിമൽ വിസിറ്റ് ദം ആൻഡ് വെദർ ദേ കുഡ് ബി പോളിനേറ്റേഴ്സ്. ആ വരുന്ന ആനിമൽസ് പോളിനേറ്റേഴ്സ് ആണോ, ഏതൊക്കെ ആനിമൽസ് അതിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഒബ്സർവ് ചെയ്യാൻ കഴിയും എന്ന് മാത്രം കേട്ടോ. അത് നമ്മൾ പേഷ്യന്റ്ലി അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിഫറെന്റ് ടൈംസിൽ ഡിഫറെന്റ് ഡേയ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈവൻ ദോ വി ഡോണ്ട് ഗെറ്റ് ദ കംപ്ലീറ്റ് ഐഡിയ അബൌട്ട് ദ പോളിനേഷൻ, നമുക്കൊരു എന്താ പറയാ ഒരു പ്രത്യേക തരത്തിൽ അത് എങ്ങനെയാണ്, അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും. നമുക്കൊരു റിസർച്ച് മൈൻഡ് വരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതേപോലെ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ ഈ പോളിനേറ്റേഴ്സും ഫ്ലവേഴ്സും തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. മോത്തും യുക്സയും തമ്മിലുള്ള കോറിലേഷൻ പറഞ്ഞില്ലേ. അതേപോലെ എന്തെങ്കിലും കോറിലേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കെയർഫുള്ളി നമ്മൾ ആ വിസിറ്റേഴ്സിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആന്തറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതും, അതുപോലെ തന്നെ സ്റ്റിഗ്മ ആന്തറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇതിനെ കൊണ്ടുവന്ന് നേരെ സ്റ്റിഗ്മയിലേക്ക് കൊടുക്കുന്നതും, അതുപോലെ പോളിനേഷൻ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതേപോലെ പല ഇൻസെക്റ്റും പോളനും നെക്ടറും ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും അവർ പോളിനേഷൻ ചെയ്യാത്തതുണ്ട്. അങ്ങനത്തെ ഫ്ലോറൽ വിസിറ്റേഴ്സിനെ നമ്മൾ പോളൻ റോബേഴ്സ് അല്ലെങ്കിൽ നെക്ടർ റോബേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അവർ വെറുതെ തേൻ കുടിച്ചു പോവുകയുള്ളൂ, അവർ പോളിനേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ആ നമുക്ക് പോളിനേറ്റേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇത് ഒബ്സർവ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം മുതലേ നമ്മൾ വായിച്ചിട്ടില്ല അല്ലെ. See here.
Majority of insect pollinated flowers are large, colorful, fragrant and rich in nectar. When the flowers are small, a number of flowers are clustered into an inflorescence to make them conspicuous. Animals are attracted to flowers by color and or fragrance. The flowers pollinated by flies and beetles secrete foul odor to attract these animals. To sustain animal visit, the flowers have to provide rewards to the animals. Nectar and pollen grains are the usual floral rewards. For harvesting the rewards from the flower, the animal visitors come in contact with the anthers and the stigma. Body of the animal gets a coating of pollen grain which are generally sticky in animal pollinated flowers. When the animal carrying pollen on its body comes in contact with the stigma, it brings about pollination. In some species, floral rewards are in providing safe places to lay eggs. An example is that of the tallest flower of Amorphophallus. The flower itself is about 6 feet in height. A similar relationship exists between a species of moth and the plant Euxa, where both species, moth and the plant Euxa cannot complete their life cycle without each other. The moth deposits its eggs in the locule of the ovary and the flower in turn gets pollinated by the moth. Larvae of the moth come out of the egg as the seeds start developing. Seed develop ചെയ്യുന്ന സമയത്താണ് ലാർവ പുറത്തു വരുന്നതും അതേപോലെ തന്നെ ആ ലാർവ ആ സീഡിനെ അല്ലെങ്കിൽ ആ ഫ്രൂട്ടിനെയൊക്കെ തിന്നിട്ടാണ് അവർ ജീവിക്കുന്നത്. Why don't you observe some flowers of the following plants or any other available to you? Cucumber, mango, peepal, coriander, papaya, onion, lobia, cotton, tobacco, rose, lemon, eucalyptus, banana. Try to find out which animal visit them and whether they could be pollinators. You will have to patiently observe the flowers over a few days and at different times of the day. You could also try to see whether there is any correlation in the characteristics of a flower to the animal that visit it. Carefully observe if any of the visitors come in contact with the anthers and the stigmas. Only such visitors can bring about pollination. അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ പോളിനേഷൻ അതിനകത്ത് നടക്കാവോ? തീർച്ചയായിട്ടും നടക്കും. ഇപ്പോൾ ഇൻസെക്ട് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിന്റെ കേസിലാണെങ്കിലും വിൻഡ് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിഗ്മ എന്ത് ചെയ്യില്ല, റിജക്ട് ചെയ്യൊന്നുമില്ല. അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള അതിന് മാച്ച് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ പോളൻ ജെർമിനേഷൻ നടക്കും അല്ലെ. മെനി ഇൻസെക്ട്സ് മേ കൺസ്യൂം പോളൻ or the nectar without bringing about pollination. Such floral visitors are referred to as pollen or nectar robbers. You may or may not be able to identify the pollinators, but you will surely enjoy your effort. Okay. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്താന്ന് നമുക്ക് നോക്കാം. അതായത് സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിന്റെ കേസിൽ ഒരു ഡിവൈസ്, അതായത് ഒരു മെക്കാനിസം ഉണ്ടാവും. അതായത് സെൽഫ് പോളിനേഷനെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് കാരണം എന്താണെന്നറിയോ? മെജോറിറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അതായത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് വരുന്ന സെയിം ഫ്ലവറിൽ സ്റ്റിഗ്മയായിട്ട് കോണ്ടാക്ട് വരുന്ന പോളൻ ഗ്രെയിൻസും സ്റ്റിഗ്മയും ഒരേ സമയത്ത് മെച്ചർ ആവുകയൊക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇപ്പൊ സെൽഫ് പോളിനേഷൻ നടക്കുള്ളൂ അല്ലെ. അങ്ങനത്തെ കേസിൽ സെൽഫ് പോളിനേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് ഉണ്ടാവാം. അപ്പൊ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ പെർഫെക്റ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ പെർഫെക്റ്റ് ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് കുറെ ഡിവൈസസ് ഉണ്ട്, അതായത് കുറെ മെത്തേഡ്സ് ഫ്ലവേഴ്സിൽ കാണാറുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പഠിക്കുന്നത് കേട്ടോ. Flowering plants develop many devices to discourage the self-pollination and to encourage the cross-pollination. Cross-pollination encourage ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും പല ഡിവൈസസും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷനും കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവും. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള പ്ലാന്റ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ വേരിയേഷൻസ് ഉണ്ടാവില്ല. അപ്പൊ എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഫെർട്ടൈൽ കപ്പാസിറ്റി നശിച്ചു പോവാം, അതല്ലെങ്കിൽ അവർക്ക് വയബിലിറ്റി കുറഞ്ഞു പോവാം, അവർക്ക് അഡ്വേഴ്സ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും ഇങ്ങനെ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ഡിവൈസസ് ആണ് നമ്മൾ പറയുന്നത്. ചില സ്പീഷീസിൽ പോളൻ റിലീസും സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റിയും സിങ്ക്രോണൈസ്ഡ് ആയിരിക്കില്ല. അതായത് പോളൻ ഗ്രെയിൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒന്നീ തന്നെയാണെങ്കിലും
മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ സമയത്ത് നടന്നില്ലെങ്കിൽ എന്ത് നടക്കില്ല? ഈ പറയുന്ന ഓട്ടോഗ്യാമി അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ചിലപ്പോൾ പോളൻ ഗ്രെയിൻ ഫസ്റ്റ് റിലീസ് ചെയ്യും, സ്റ്റിഗ്മ പിന്നീടായിരിക്കും അതിന്റെ റിസപ്റ്റിവിറ്റി കാണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പോളൻ ഗ്രെയിൻ ഫസ്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിഗ്മ അതിന്റെ റിസപ്റ്റിവിറ്റി ലേറ്റ് ആയിട്ട് കാണിക്കുമ്പോൾ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നത് വരുന്ന സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് വന്നാലും അവിടെ എന്ത് നടക്കില്ല? സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കാത്തതുകൊണ്ട് അവിടെ പോളൻ ജെർമിനേഷൻ നടക്കില്ല. അപ്പൊ ഈ പോളൻ ഗ്രെയിൻ എല്ലാം മൂത്ത് അതെല്ലാം ചീത്തയായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് ഈ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിച്ചു തുടങ്ങുന്നത്. സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് പോളൻ ഗ്രെയിനിന് വേറെ പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഫ്ലവറിൽ നിന്ന് വേണ്ടി വരും കേട്ടോ. ചില സ്പീഷീസില് ആന്തർ ആയിരിക്കും ഫസ്റ്റ്. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറെന്റ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഒന്ന്, പോളൻ ഗ്രെയിൻ വിൽ ബി റിലീസ്ഡ് ബിഫോർ ദ സ്റ്റിഗ്മ ബിക്കം റിസപ്റ്റീവ്, അല്ലെങ്കിൽ സ്റ്റിഗ്മ ബിക്കം റിസപ്റ്റീവ് മച്ച് ബിഫോർ ദ റിലീസ് ഓഫ് പോളൻ. പോളൻ റിലീസ് ചെയ്യുന്നതിന് ഒരുപാട് മുമ്പ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കും. പോളൻ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന സ്റ്റിഗ്മ ഒരുമാതിരി വാടി പോലെയാവും, അതല്ലെങ്കിൽ അത് വേറെ പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. രണ്ട് കേസസിലാണെങ്കിലും അവനവന്റെ പോളൻ ഗ്രെയിനെ അതിനെ ഒഴിവാക്കാൻ പറ്റും. കാരണം ഒരു പൂവിൽ തന്നെയുള്ള പോളൻ പ്രൊഡക്ഷനും പോളൻ അല്ലെങ്കിൽ മൈക്രോസ്പോറോജെനസിസും അതുപോലെ തന്നെ മെഗാസ്പോറോജെനസിസും രണ്ട് ടൈമിലായതുകൊണ്ട് സിങ്ക്രോണൈസ്ഡ് അല്ലാത്തതുകൊണ്ട് അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാതെ എസ്കേപ്പ് ആവാം കേട്ടോ. ഇനി ചില സ്പീഷീസിൽ ആന്തരം സ്റ്റിഗ്മയും പ്ലേസ് ചെയ്തേക്കുന്ന ഡിഫറെന്റ് പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ പോളൻ ഇറ്റ് വിൽ നോട്ട് ബി ഇൻ കോൺടാക്ട് വിത്ത് ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. സെയിം ഫ്ലവറിലെ സ്റ്റിഗ്മയായിട്ട് ആന്തറിന് കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ആന്തർ വിതർ ഓഫ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ വേറെ എവിടെയെങ്കിലും പോവുകയുള്ളൂ. അത് സ്റ്റിഗ്മയിൽ വന്നിരിക്കുക, അതിന്റെ സ്റ്റിഗ്മയിൽ വന്നിരിക്കാനുള്ള ചാൻസസ് കുറയും. അവിടെയും സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യുക അല്ലെ. അതേപോലെ നമുക്ക് ഈ സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോഗ്യാമി പ്രിവെന്റ് ചെയ്യാം. ഇനി ഇതിന്റെ തേർഡ് ഡിവൈസ് എന്ന് പറയുന്നത് ഇൻബ്രീഡിംഗ് പ്രിവെന്റ് ചെയ്യുന്ന സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി കൊണ്ടാണ്. അതായത് ഇൻബ്രീഡിംഗ് അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുന്ന സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി കൊണ്ടാണ്. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്. അതായത് സെൽഫ് പോളനെ അത് സെയിം ഫ്ലവറിൽ നിന്നുള്ള പോളൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെയിം പ്ലാന്റിലെ ഡിഫറെന്റ് ഫ്ലവറിൽ നിന്നുള്ള പോളൻ ആയിക്കോട്ടെ, അതിനെ ഫെർട്ടിലൈസിംഗ് ഒവ്യൂൾഡ് ഫെർട്ടിലൈസിംഗ് നടത്താൻ വേണ്ടിയിട്ട് സ്റ്റിഗ്മ റിസീവ് ചെയ്യില്ല. അപ്പൊ എന്താവും? പോളൻ ജെർമിനേഷനോ പോളൻ ട്യൂബിന്റെ അലോങ്ങേഷനോ പിസ്റ്റിൽ വഴി ഈ തരത്തിലുള്ള സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി ഉള്ള പ്ലാന്റ്സിൽ അവരുടെ സ്വന്തം പോളൻ ഗ്രെയിനോ അല്ലെങ്കിൽ അതേ പ്ലാന്റിലുള്ള വേറെ ഫ്ലവേഴ്സിന്റെ പോളൻ ഗ്രെയിനോ ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതും വേറൊരു ഡിവൈസ് ആണ് കേട്ടോ. ഇനി വേറൊരു അനദർ ഡിവൈസ് എന്ന് പറയുന്നത് സെൽഫ് പോളിനേഷൻ ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രിവെന്റ് ദ സെൽഫ് പോളിനേഷൻ ബൈ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അത് മോണീഷ്യസ് പ്ലാന്റ്സിലാണെങ്കിൽ കൂടി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ പാവയ്ക്ക, അതുപോലെ തന്നെ കുക്കുംബർ, അങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ അതൊക്കെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുന്നതുകൊണ്ടും സെൽഫ് പോളിനേഷൻ അത് പ്രിവെന്റ് ചെയ്യും അല്ലെ. അതേപോലെ മൊണീഷ്യസ് പ്ലാന്റ്സിന്റെ കേസിലാണ് കേട്ടോ ഈ സെൽഫ് പോളിനേഷനെ പ്രിവെന്റ് ചെയ്യുന്ന പറഞ്ഞ്. അപ്പൊ അതിന് വേറെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോഴും അവർക്ക് ജീറ്റനോഗ്യാമി സംഭവിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്ലാന്റ് ഉള്ളൂ, ഇപ്പൊ ഒരു കുക്കുർബിറ്റയുടെ ഒരു ചെടിയേ ഉള്ളൂ എന്നിരിക്കട്ടെ, അതിനകത്ത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. അത് ഒരു ചെടിയേ ഉള്ളൂ എന്ന് എഴുതിയത് കായ്ക്കാതിരിക്കില്ല. കാരണം എന്താണ്? ആ ഒരു ചെടിയിൽ തന്നെ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. ആ ചെടിയിലുള്ള മെയിൽ ഫ്ലവേഴ്സിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഈ ഫീമെയിൽ ഫ്ലവേഴ്സിലേക്ക് വരാം. അതുകൊണ്ട് അത് ജീറ്റനോഗ്യാമി സംഭവിക്കും, ഓട്ടോഗ്യാമി നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഓട്ടോഗ്യാമിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും മൊണീഷ്യസ് പ്ലാന്റ്സിലെ യൂണിസെക്ഷൽ ഫ്ലവർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ചില സ്പീഷീസിൽ ലൈക്ക് പപ്പായ, ഡേറ്റ് പാം, ഇതൊക്കെ ഡൈഷ്യസ് പ്ലാന്റ്സ് ആണ്. മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിലാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താവും? ഈ പറയുന്ന സെൽഫ് പോളിനേഷൻ നടക്കുകയില്ല. അത് ഓട്ടോഗ്യാമിയും ജീറ്റനോഗ്യാമിയും പ്രിവെന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത്. സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ഉള്ള ചില മെക്കാനിസംസ് ഒന്ന് ഞാൻ വായിച്ചു തരാം. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പ്രൊഡ്യൂസസ് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ലൈക്ലി ടു കം ഇൻ കോൺടാക്ട് വിത്ത് ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. Continued self-pollination result in inbreeding depression. Flowering plants have developed many devices to discourage self-pollination and to encourage cross-pollination. In some species, pollen release and stigma receptivity are not synchronized. Synchronized എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ് അല്ല.
നോട്ട് സിൻക്രോണൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടക്കുന്ന പ്രോസസ് അല്ല. എയ്തർ ദ പോളൻ ഈസ് റിലീസ്ഡ് ബിഫോർ ദ സ്റ്റിഗ്മ ബിക്കം റിസപ്റ്റീവ് ഓർ ദ സ്റ്റിഗ്മ ബിക്കം റിസപ്റ്റീവ് മച്ച് ബിഫോർ ദ റിലീസ് ഓഫ് പോളൻ. ഇൻ സം അതർ സ്പീഷീസ് ദ anther and stigma are placed at different positions so that the pollen cannot come in contact with the stigma of the same flower. Both these devices prevent autogamy. The third device to prevent the inbreeding is self-incompatibility. This is a genetic mechanism and prevents self-pollen from the same flower or the other flower of the same plant from fertilizing the ovule by inhibiting the pollen germination or pollen tube growth in the pistil. Another device to prevent self-pollination is the production of unisexual flowers. If both male and female flowers are present on the same plant such as castor and maize, അതായത് കാസ്റ്ററിലും മെയ്സിലും ഒക്കെ മൊണീഷ്യസ് കണ്ടീഷൻ ആണ്, പക്ഷേ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. It prevents autogamy but not geitonogamy. In several species such as papaya, male and female flowers are present on different plants. That is, each plant is either male or female. That is dioicy. This condition prevents both autogamy and geitonogamy. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് സെഷൻ.